ഇപ്പം ഞാനുള്ളത് എവിടെയാണെന്ന് വെച്ചാൽ മെഷീരിപ്പ് ഡൗൺ ടൗണിലാണ് ഞാനുള്ളത്. ഇപ്പം നമ്മുടെ ക്യാമറ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളെന്ന് വെച്ചാൽ നമ്മുടെ ഒരു മെയിൻ ഫ്രണ്ടാണ്. ആളെ പരിചയപ്പെടുത്താം. നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടാണ്. പുള്ളിയാണ് ഇവിടെ നമ്മളെ ഡൗൺ ടൗണിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഡൗൺ ടൗണിൽ വരുന്നത് തന്നെ. വേൾഡ് കപ്പ് സമയത്ത് ഇത് ഓപ്പൺ ആയിരുന്നു, എന്നാലും നമ്മളിവിടെ വന്നിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ മെഷീരിപ്പ് ഡൗൺ ടൗൺ ചുറ്റപ്പെട്ടുള്ള വീഡിയോ ആണ്. നിങ്ങൾ കാണാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നല്ല ലക്ഷറീസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ഫുള്ള കത്രികളാണ് വരുന്നത് ഇവിടെ. ഇവിടെ മൊത്തം നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ഫുഡുകൾ ലഭിക്കുന്ന സ്ഥലവും അതുപോലെ തന്നെ എന്താണ് പറയുക, എല്ലാം നല്ല പോർഷായിട്ടുള്ള ഏരിയയിലുള്ള ആൾക്കാരാണ് ഇവിടെ വരുന്നത്. ഇതെല്ലാം അപ്പോൾ കണ്ടു നോക്കുക, ഇഷ്ടപ്പെടും. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോയ്ക്ക് സ്വാഗതം. നമ്മുടെ ഖത്തറിൻ്റെ പ്രകടനം പോണത് കണ്ടോ? നാളത്തെ കളി ഉണ്ടല്ലോ, അപ്പോൾ ഫൈനലിൽ കയറിയുണ്ട്. അതിൻ്റെ പ്രകടനം പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ. നല്ല അതിമനോഹരമായ ഒരു സ്ഥലമാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. ഇവിടെ കാണാൻ എന്താ ബിൽഡിങ്ങിലും കണ്ടില്ലേ, എന്താ ഗ്ലാമർ നോക്ക്. നമ്മുടെ ന്യൂയോർക്ക് സിറ്റി മാതിരി ആണ് ഇവിടെ ചെയ്തേക്കണത്. വേൾഡ് കപ്പ് നമ്മളൊന്നും വരാറില്ല അങ്ങനെ. ടൗണിൽ തന്നെയാണ് ഈ സ്ഥലമുള്ളത്. മെഷരിബ് റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്താണ്. മെഷരിബ് ഡൗൺ ടൗൺ എന്നാണ് ഇതിന് പറയുന്നത്. ആ കാഴ്ചകളിൽ കൂടെയാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത്. ഇതിലെല്ലാം കൺസ്ട്രക്ഷൻ ഓഫീസ് ഇരിക്കും തരുമോ? ഫിനാൻഷ്യലി നല്ല റെപ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ മുഴുവൻ ഇവിടെ ബില്ലും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് ഇവിടെ തന്നെയാണ് താമസിക്കുന്നത്. കൂടുതലും അറബികളാണ് ഈ വഴി. എന്താ ഗ്ലാമർ നോക്കി, എല്ലാം പോർഷ് കാറുകളാണ്. റേഞ്ച് റോവർ ബെല്ലിയുടെ കളിയാണ് ഇവിടെ. ന്യൂയോർക്ക് സിറ്റി മാതിരി എല്ലാം ചെയ്തു വെച്ചോണം. എന്താ ഗ്ലാമർ, എൻ്റെ അമ്മ അല്ലേ. ഒരു ഹോട്ടലിൽ കയറാൻ വേണ്ടി നിൽക്കണ ഈ തിരക്കായി കാണണം കേട്ടോ. ക്യൂ നിൽക്കണുണ്ടോ അറബികൾ? എന്താ പൊന്നല്ല. ഖത്തറികൾ ക്യൂ നിൽക്കണ ആദ്യമായിട്ട് കാണും. അത് കണ്ടോ, ഒരു ഹോട്ടലിൽ കയറാൻ വേണ്ടി ഖത്തറികൾ ക്യൂ നിൽക്കുക. അതിൻ്റെ അകത്താണ് ഒടുക്കത്തെ തിരക്കും. ഇത് വേറൊരു മായ ലോകമാണ് ഇവിടെ സൃഷ്ടിച്ചേക്കണം. എന്താ ഗ്ലാമർ. ഇത് കാണേണ്ട ഒരു കാഴ്ച തന്നെ കേട്ടോ. ഖത്തറികൾ ചില ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ ക്യൂ നിൽക്കുക ഫുഡ് കഴിക്കാനായിട്ട്. അവളോ സെറ്റപ്പുള്ള ഷോപ്പുകൾ മാത്രം. യൂറോപ്യൻ സ്റ്റൈലിലുള്ള ഫുഡുകളും കെട്ടിടത്തിൻ്റെ ഓരോ സ്റ്റൈലുകളും എല്ലാം അങ്ങനെയാണ് സെറ്റ് ചെയ്തേക്കണം. ഇവിടെയാണ് മറ്റേ സ്ക്രീനിൽ കളി കാണുന്ന സ്ഥലം. അത് ആ സ്ക്രീനാണ് ആ കാണുന്നത്, ഫ്രണ്ടിൽ കാണുന്നത് സ്ക്രീനാണ് കളി കാണുന്നത്. വേൾഡ് കപ്പ് ഇവിടെ കണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ഏഷ്യൻ കപ്പും ഇവിടെ ഈ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. കണ്ടോ എന്താ മനോഹരം. ഡൗൺ ടൗൺ നിങ്ങൾ കാണേണ്ട ഒരു കാഴ്ച തന്നെയാണെന്ന് ഞാൻ പറയണം. ഇവിടെ എന്താ ഗ്ലാമർ, എന്താ സെറ്റപ്പ്. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ ഖത്തറിലെ ഒരു കടയിൽ പിന്നെ ഫുഡ് കഴിക്കാൻ ക്യൂ വെക്കണം കാണുന്നത്. അല്ലാ എൻ്റെ പൊന്നെ, നിങ്ങളെ കാണിച്ച വീഡിയോ കണ്ടില്ലേ നിങ്ങൾ? ഇവിടെ ടെസ്ലയുടെ മോഡൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡിസ്പ്ലേ വെച്ചങ്ങനെ കാണുന്നത്. ടെസ്ല മറ്റേ ഇലക്ട്രിക് കാർ. ഇത് ഒരെണ്ണം, ഇത് അവിടെ ഒരെണ്ണം കിടക്കണം. ഇപ്പോഴാണ് ഇവിടെ ഇത് കാർ വരുന്നത്. ഇതാണ് ടെസ്ലയുടെ പുതിയ വണ്ടി ഖത്തറിൽ ലോഞ്ച് ചെയ്തേക്കണത്. നമ്മളിപ്പോൾ വലിയ കാർ പ്രേമിയൊന്നും അല്ല, നമുക്കറിയാൻ വേണ്ടിയില്ല ഇതിനെക്കുറിച്ച്. സംഭവം കണ്ടിട്ട് അടിപൊളിയാണ് തോന്നുന്നു. ഇത് മോഡൽ 3 എന്ന് പറഞ്ഞ മോഡലാണ്. വേറൊരു മോഡൽ അപ്പുറം കിടപ്പുണ്ട്, അവിടെ ആൾ നിൽക്കുവാണ്. അപ്പോൾ നമ്മൾ ഈ മോഡലാണ് ജസ്റ്റ് ഒന്ന് കണ്ടത്. കണ്ടിട്ട് അടിപൊളിയാണ്. ഇവിടെയാണ്ട് നല്ലൊരു പൈസ വിലയുണ്ട്. കാറ് കണ്ടോ, നമ്മൾ മേടിക്കാൻ വേണ്ടി വണ്ടിയത്. അടുത്ത ആഴ്ച ഞാൻ 2 ബുക്ക് ചെയ്തിട്ടുണ്ട്, 2 എങ്ങനെയുണ്ട്, കൊള്ളാമോ? ടെസ്റ്റിൻ്റെ കാറാ, സൂപ്പർ വണ്ടിയാണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല.
ബാറ്ററിക്ക് റിമോട്ട് ചെയ്തിട്ട് പോലുണ്ടാവും. പിന്നെ ഇവിടെ ഓരോ രാജ്യത്തിൻ്റെയും നമ്മുടെ ടേസ്റ്റുകൾ പരിചയപ്പെടുത്താനായിട്ടുള്ള ഓരോ രാജ്യത്തിൻ്റെയും ചായ, അതുപോലെ തന്നെ അവരുടെ വിഭവങ്ങളെല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മളവിടെ കണ്ടിട്ട് പോയത് ലെബനോൻ്റെ ആണ്. ഇത് റിപ്പബ്ലിക് ഓഫ് കൊറിയ. അത് കാണുന്നത് മലേഷ്യയുടെ ആണ്. അവിടെ മലേഷ്യയുടെ ഐറ്റംസ് ഒക്കെ ഉണ്ട്. എന്തൊക്കെ സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട്, അവരുടെ ഇതായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങളൊക്കെയാണ് ആ കാണുന്നത്. കണ്ടോ? അടുത്തത് ജപ്പാൻ്റെ ശ്വാസൂഷൊക്കെ ഇരിപ്പുണ്ട് അവിടെ. അപ്പോൾ ഇവിടെ വന്ന് ചായ കുടിക്കാൻ ഉള്ളവർക്ക് നല്ലതാണ്. കാരണം എല്ലാ രാജ്യങ്ങളുടെയും ഉണ്ട്. ഇപ്പോൾ സിറിയയുടെ അവരുടെ കുറേ ഐറ്റംസ് സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചേക്കണു. അതുപോലെ തന്നെ ഓസ്ട്രേലിയയുടെ സാധനങ്ങൾ, ഓസ്ട്രേലിയ ഒരു അവരെന്തോ വസ്തുക്കളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. കളിക്കണ എന്ത് സാധനമൊക്കെ വെച്ചിട്ടുണ്ട്. സിറിയയുടെ സാധനം എന്തൊക്കെയോ കുറേ ബാഗ്, ഇത് പേഴ്സ്, പെട്ടിയൊക്കെ, എന്തോ പെട്ടികൾ, ഇത് ഉപകരണങ്ങൾ, അതുപോലെ മോതിരം, വള, കമ്മൽ എന്ന് വേണ്ടത്. നെയ്റ്റി പോലത്തെ എന്തോ സാധനം കിടക്കുന്നു. നെയ്റ്റിയാണോ ജുബ്ബയാണോ പൈജാമ, അവരുടെ മറ്റേ സിഗരറ്റ് വലിക്കുന്ന സാധനങ്ങൾ, കുറേ ഐറ്റങ്ങളുണ്ട് ഇവിടെ. ഇത് ഇറാൻ്റെ ഒരു കൗണ്ടർ, അതുപോലെ തന്നെ ഹോങ്കോങ്ങിൻ്റെ മറ്റൊരു കൗണ്ടർ. ഇവിടെ പിന്നെ പോപ്കോൺ സാധനങ്ങളൊക്കെയാണ് ഈ ഹോങ്കോങ്ങിൻ്റെ കൗണ്ടറിൽ. അതുപോലെ നമ്മുടെ ഇന്ത്യയുടെ കൗണ്ടറിൽ പോപ്കോൺ, ചായ, പെപ്സിയൊക്കെ ഇരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു എൻ്റർടൈൻമെൻറ്റ് സോൺ കാണുന്നുണ്ട്, സിക്ക ചാമ്പ്യൻഷിപ്പ്. അതൊരു എൻ്റർടൈൻമെൻറ്റ് സോണാണ്. അപ്പോൾ ഇവിടെ ചെറിയ രീതിയിൽ മറ്റേ DJ ഒക്കെ നടക്കുന്നുണ്ട്. ചെറിയ ആൾക്കാർ വലിയ കാര്യമായിട്ടൊന്നുമില്ല. എന്നാൽ ഇതിനകത്ത് അകത്ത് കളിക്കാനൊക്കെ ആൾക്കാരുണ്ട് കേട്ടോ. ഇതിൻ്റെ അകത്ത് കളിക്കാനായിട്ട് ഇഷ്ടംമാതിരി ആൾക്കാരെ കാണുന്നുണ്ട്. കണ്ടോ? ഇത് DJ നടന്നിട്ട് മുകളിൽ ചെറിയ DJ, ഇതിൻ്റെ അകത്ത് ഗെയിം, മറ്റേ സിക്ക ചാമ്പ്യൻഷിപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് സൈസ് ഫുട്ബോൾ കളിയാണ്. നിങ്ങൾക്ക് അറിയാമല്ലോ, എനിക്കറിയില്ല. ഇത്ര ആൾക്കാർ കൂടിയിട്ടൊരു കളിയാണ്. ഫുട്ബോളൊക്കെ കാണുന്നുണ്ട്. ഇപ്പം ഇതിനകത്ത് ഈ വീഡിയോ കൂടെ കാണാൻ പാടില്ലെന്നുള്ളൂ. ഇതിന് ക്യാഷ് കൊടുക്കണം, ചാർജ് ഉണ്ട്. 10 റിയാൽ ചാർജ് ഈടാക്കും. ഞാനോർത്ത് ഇത് ഫ്രീ ആയിരിക്കുന്നു, പക്ഷേ അതിൽ പൈസ കൊടുത്തിട്ടാണ് അതിൽ കളിക്കുന്നത്. 10 റിയാലൊക്കെ ആണെങ്കിൽ നമുക്ക് ജസ്റ്റ് കയറാമെന്ന് ഓർത്തായിരുന്നു. അപ്പോൾ ഈ 10 റിയാലൊന്നുമില്ല. അതിൽ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കണമെങ്കിൽ മിനിമം 50 റിയാൽ വേണം. 50 റിയാൽ നാട്ടിലെ കാശ് നോക്കുകയാണെങ്കിൽ ഒരുപാട് പൈസ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? അപ്പോൾ നമ്മൾ ഈ കാഴ്ചകൾ കണ്ട് നമ്മൾ സൂക്ക് വഖഫിൻ്റെ അങ്ങോട്ട് പോവുകയാണ്. സൂക്ക് വഖഫിലേക്കുള്ള വഴിയാണ്. അതിനകത്തുള്ള ജനസാഗരങ്ങൾ കണ്ടോ? എന്താ ജനം അവിടെ! അങ്ങോട്ടുള്ള എൻട്രൻസിലേക്കുള്ള ജനമാണ് ഈ പോകുന്നത്. അവിടെ ആൾക്കാർ ഇതൊക്കെ കണ്ടിട്ട് റിട്ടേൺ പോകുന്നതാണ് കാണുന്നത്. സൂക്ക് വഖഫിൻ്റെ എൻട്രൻസ് കണ്ട ഇങ്ങനെ, ഇതിലാണ് സൂക്ക് വഖഫിൻ്റെ എൻട്രൻസ്. സൂക്ക് വഖഫിൻ്റെ എൻട്രൻസിൽ കിടക്കുന്ന തുർക്കിഷിൻ്റെ ഒരു ഷോപ്പുണ്ട്. അവിടെ ജനസാഗരങ്ങൾ കണ്ടുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. സൂക്ക് വഖഫിലെ ഒരു എന്താ തിരക്ക്! ഈ ഖത്തറിലുള്ള മുഴുവൻ ആൾക്കാർ സൂക്ക് വഖഫിലുണ്ടെന്നാണ്. നല്ല ജന ഇവിടെ സൂക്ക് വഖഫിലുള്ളത്. കണ്ട ഇത്ര ആൾക്കാരെ ഇവിടെ നൈറ്റ്. സംഗതി ഇവിടെ കിഡിലോസ്കി എന്ന് പറയും. കഴിഞ്ഞവണ ഞാൻ ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും പക്ഷേ ഇത്രയും ആൾക്കാരുണ്ടായില്ലായിരുന്നു. പക്ഷേ ഇവിടെ നല്ല ആൾക്കാർ, നല്ല ജനമുണ്ട്. ഒന്നാമത് തണുപ്പ് സമയമല്ലേ, അപ്പോൾ എല്ലാവരും ഫാമിലിയായിട്ട് പുറത്തിറങ്ങുന്ന സമയമാണ് ഇപ്പോൾ. ഇത് QR-ൻ്റെ അകത്തേക്കുള്ള എൻട്രൻസ് ആട്ടോ. ഇത് സംഭവം കാണിച്ചു തരാം, കണ്ടു നോക്കും സംഭവം. എന്താ മൊഞ്ച്! എൻ്റെ ഫോണിലായതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ കളർസ് ഒന്നും കാണാൻ പറ്റുന്നില്ല. ഇത് അറബിക് ആർട്ടുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഇതൊക്കെ കിടപ്പുണ്ട് ഇവിടെ. ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ ഇജാസ്. ഇതാണ് നമ്മുടെ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യണ നമ്മുടെ പയ്യൻ, നമ്മുടെ ഫ്രണ്ട്. അവൻ കണ്ടോ? ഇതിൻ്റെ മുകളിൽ അതിൻ്റെ ഡിസൈൻ ചെയ്താണ് കണ്ടോ? എന്താ ഗ്ലാമർ! അയ്യോ സൂപ്പറല്ലേ! ഖത്തറിൻ്റെ വിസ്മയം തന്നെയാണ്, ആർട്ട് ഓഫ് വിസ്മയം. ഇതിപ്പോൾ ഇങ്ങനെ കാണുന്ന ഫോട്ടോയല്ലേ ഇത്. സത്യം പറഞ്ഞാൽ ഇതൊരു സാധനം ഇങ്ങനെ വെർട്ടിക്കലായിട്ട് വെച്ചേക്കണം. ഞാൻ കാണിച്ചു തരാം അടുത്തുകൊണ്ടുപോയി. ഇതണ്ട
ഈ സാധനമാണ് പെട്ടടിക്കുമ്പോൾ ഇങ്ങനെ നമ്മുടെ ഇത് നമ്മുടെ ഇതാണ് മസ്ജിദുൽ അക്സയാണ്. മസ്ജിദുൽ അക്സയുടെ ഫോട്ടോയാണ്. അതിങ്ങനെ ഒരു ട്രിപ്പിളായിട്ട് വെച്ചേക്കണതാണ്. പെട്ട മുകളിലേക്ക് അടിക്കുമ്പോഴാണ് ഇത് പൊങ്ങി ഏതാണ്ട് തോന്നുന്നത്. ഇതിൽ കുറേ സംഭവമുണ്ട് കാണാനായിട്ട്. പക്ഷെ നമുക്കതിനെ ഇത് എടുക്കാനുള്ള സമയം കിട്ടില്ല. നമ്മൾ പെട്ടെന്നൊന്ന് ഓടിച്ച് പോവാണ്. ഇതൊക്കെയാണ് ഇതിൽ കാണുന്ന സാധനങ്ങൾ. ഇത് കുറേ ഡ്രോയിങ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറേ അധികം പെയിൻറ്റിങ്സ് ഇവിടെ കാണാം. പെയിൻറ്റിങ്സ് അതുപോലെ തന്നെ കുറേ ആർട്ട് വർക്കുകൾ അതൊക്കെയാണ് ഇവിടെ കാണുന്നത്. അമീറിൻ്റെ പടം അവരുടെ മുകളിൽ വരച്ച് വെച്ചിട്ടുണ്ട്. ഇതിനെല്ലാം ഓരോ പ്രൈസുകളൊക്കെ ഇട്ടിട്ടുണ്ട്. അതൊക്കെ അവിടെ ഓരോ പോസ്റ്റുകളുടെ അതിൻ്റെ മുകളിലൊക്കെ അതിനെ ചിത്രീകരിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ. സൂക്കിയോക്കിൻ്റെ ഒരു ഫോട്ടോ ഇവിടെ വരച്ചിട്ടുണ്ട് കണ്ടോ. എന്താ ഗ്ലാമർ. പിന്നെ അത് കുറേ ഫോട്ടോകളാണ് ഈ ആർട്ടിൽ ഇതിനകത്തുള്ളത്. പിന്നെ കുറച്ച് ആൻറ്റിക്കായിട്ടുള്ള ഐറ്റംസും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതൊക്കെയാണ് ഈ ഭാഗത്ത് കാണാനുള്ളത്. എന്താ ആളെന്ന് നോക്കല്ലേ. എല്ലായിടും നല്ല ആളാണ് ഇവിടെ ഉള്ളത്. ഇവിടെ സൂക്ക് വഖഫിലുള്ള ഡാൻസ് പാട്ടുമാണ് ഇവിടെ കണ്ടത്. ആൾക്കാർ വന്ന് ഡാൻസ് ചെയ്യണ സ്ട്രീറ്റ് ഉത്സവങ്ങൾ, അതാണ് സൂക്ക്. ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ചെറിയൊരു വീഡിയോ ആണ്, പക്ഷേ ഇത് മൊത്തം കാണിക്കുന്നുണ്ട്. ഒരുപാട് ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും. നമ്മുടെ വീഡിയോ ഒക്കെ കുറച്ച് പേരല്ലേ കാണുള്ളൂ. അപ്പോൾ വലിയ ലെങ്തി വന്നിട്ടുണ്ടെങ്കിൽ കാണാനുള്ളൊരു കുറവ് വരും. അതുകൊണ്ടാണ് ഈ വീഡിയോ അങ്ങനെ വലിയ കൂടുതലായിട്ട് ഇടാത്തതിൻ്റെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒക്കെ കാണുന്നവർ കുറച്ചായതുകൊണ്ട് ചെറിയൊരു വീഡിയോകളാക്കി ഇട്ടിട്ടാണ് പിന്നെ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയുടെ ചെറുപ്പം നോക്കണ്ട, നല്ലൊരു വീഡിയോ ആണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സൈനിങ് ഓഫ്.